ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. രാവിലെ തന്നെ എവിടെ പോകുന്നതെന്നല്ല നിങ്ങൾ ഇരിക്കുന്നത്. എൻ്റെ മോനിക്ക് പരിപാടി ഉണ്ടായിന്, ജയിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് സെക്ടറിൽ ജയിച്ച കുട്ടികളെ ഡിവിഷനിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഞാനങ്ങനെ ബസ് സ്റ്റാൻഡിൽ ഇറക്കിയിട്ട് വന്ന്. പിന്നെ എനിക്ക് ഇന്ന് ഒരു കേക്കിൻ്റെ ഓർഡർ ഉണ്ട്, ഒരു ദിവസമായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ തന്നെ കേക്കിൻ്റെ പണി തുടങ്ങി. അതിൻ്റെ ഇടയിൽ അപ്പങ്ങളുടെ പണിയും നടക്കുന്നുണ്ട്. രാത്രി ലേറ്റായിട്ട് വന്ന ഓർഡർ ആയിരുന്നു ഇത്. കസ്റ്റമറോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കലാണ്, കളറ് ഒഴിവാക്ക്, കളറ് കേക്ക് ആക്കലാണ്. ഈ കസ്റ്റമർ എനിക്ക് ഇങ്ങോട്ട് തന്നെ പറഞ്ഞതിന് കളറ് കുറച്ചിട്ടാൽ മതിയെന്ന്, ബ്ലൂ കളർ ആവശ്യമുണ്ടായിന്. അങ്ങനെ കുറച്ച് ക്രീം എടുത്തിട്ട് അങ്ങനെ ഞാൻ ലാസ്റ്റ് ഫിനിഷ് ചെയ്ത ശേഷം കുറച്ച് ക്രീം എടുത്തിട്ട് പിന്നെ അവർ തന്ന ഡിസൈന് വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ് കളർ ഇട്ടിട്ടാണ് ഞാൻ ഫിനിഷ് ചെയ്തത്. നമുക്ക് ഇതിനുള്ള പ്രിൻ്റെല്ലാം എടുക്കാൻ ടൗണിൽ പോകണ്ടത്ര. ഇന്ന് ഫുള്ള് നട്ടം തിരിഞ്ഞൊരു ദിവസമായിരുന്നു. നമുക്ക് നട്ടം തിരിഞ്ഞ കഥ കേൾക്കണം നിങ്ങൾക്ക്. രാത്രി ക്രീം കോട്ടാക്കിയിട്ട് വെച്ച കേക്കാണ്. രാവിലെ ഫിനിഷ് ആക്കിയിട്ട് പ്രിൻ്റ് എടുക്കാമെന്ന് വെച്ചിട്ടാണ് പോയത്. എന്നിട്ട് പെട്രോൾ ഉണ്ടായിട്ടില്ല, അങ്ങനെ പെട്രോളും കൂട്ടി നേരെ ടൗണിലേക്ക് പോയി എത്തിയതിന് ശേഷമാണ് അറിഞ്ഞത് ഇന്ന് സൺഡേ എന്നും ഷോപ്പൊക്കെ അവധിയെന്നും. പിന്നെ ഒന്നും നോക്കിയില്ല, എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു, എവിടെയെങ്കിലും പ്രിൻ്റ് ഷോപ്പ് ഓപ്പൺ ഉണ്ടാവും. ഓള് പറഞ്ഞ് ചാൻസ് ഇല്ല, ഇന്ന് സൺഡേ അല്ലേ, എൻ്റെ അടുത്ത് കുറച്ച് പ്രിൻ്റ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാം. അങ്ങനെ ഓളുടെ അടുത്തേക്ക് വിട്ട് അവളെ ഹസ്ബൻഡും മോനും എത്തിയിട്ട് എനിക്ക് പ്രിൻ്റ് തന്നിട്ട് ഓറ് തിരിച്ചു പോകുന്ന ബൈക്കാണ് അടുത്ത പണി ഞങ്ങൾക്ക് കിട്ടുന്നത്. സർവീസ് റോഡിലെ കൂടിയാണ് ഞാൻ എപ്പോഴും പോകുന്നത്. അപ്പം ഞാൻ അതിലെന്നെ കൂടിയിട്ട് പോയ പാടാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ റോഡ് ക്ലോസ് ആണെന്ന്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ തിരിക്കണോ, ഇനി മുകളിൽ കൂടിയിട്ട് പോയെങ്കിൽ മാംഗ്ലൂരെത്തോ, എനിക്കിപ്പോൾ എവിടെന്നെങ്കിലും കട്ട് ചെയ്യാൻ അറിയുമോ എന്നുള്ള ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ഫ്രണ്ടിലേക്ക് ഒരു കാറ് വരുന്നത്. ഓർക്ക് എന്നെ കാണുമ്പോൾ എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു, വഴി തെറ്റിയിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഓർ എന്നോട് പറഞ്ഞ് ഏടുക്ക് പോകുന്നത്, ഞാനിಲ್ಲಿ കാസർഗോഡ് പോകാനുണ്ട്. അപ്പോൾ ഓർ പറഞ്ഞ് എൻ്റെ ബാക്കിൽ വന്നു. അങ്ങനെ ഒരു ഓഫ് റോഡിലേക്ക് വിട്ട്. സ്കൂട്ടറിന്ന് കാല് മീത്ത വെക്കാൻ കഴിഞ്ഞിട്ടാണ്, കാല് താഴെ കുത്താനും കഴിയുന്നില്ല. ആ രീതിയിൽ ആ ഓഫ് റോഡിലെ ഓറ ബാക്കിൽ തന്നെ പോയി. ഓറ വഴിക്കും ഞാൻ എൻ്റെ വഴിക്കും പോയി. അങ്ങനെ പൊരുക്കെത്തിയിട്ടാകുമ്പോൾ അറിഞ്ഞത് എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ പ്രിൻ്റ് എനിക്ക് തേഞ്ഞിട്ടാണ്, വേറൊരു ഫ്രണ്ടിൻ്റെ കൂടെ എടുത്ത് പോകണമെന്ന്. എത്തിയ പാടാന്ന് പിള്ളേർ കയറി കുത്തിറുന്നത്. അങ്ങനെ അതും വാങ്ങിയിട്ട് തിരിച്ച് വന്നിട്ട് അടുത്തത് ചോറും കറിൻ്റെ എല്ലാം പണി. അങ്ങനെ തേങ്ങ നോക്കുമ്പോഴത്തേക്ക് ഒരു തേങ്ങവും വെള്ളമുള്ള തേങ്ങയില്ല. അതാ അപ്പോഴത്തേക്ക് പുറത്തുനിന്നൊരു തേങ്ങ നോക്കി ചിരിക്കും തന്നെ. അങ്ങനെ മീൻ മുറിച്ച് കറിയൊക്കെ ആയി. അതിൻ്റെ ഇടയിൽ പ്രിൻ്റൊക്കെ കട്ട് ചെയ്ത്, അതൊരു വല്ലാത്തൊരു പണി തന്നെ പ്രിൻ്റ് കട്ടാക്കൽ. അങ്ങനെ പ്രിൻ്റെല്ലാം കട്ടാക്കിയിട്ട് സ്റ്റിക്കെല്ലാം കുത്തിയിട്ടായിട്ട് മക്കൾക്ക് ചോറും കൊടുത്ത് ഞാനും ചോറ് വെച്ച് കേക്കെല്ലാം ഫിനിഷ് ആക്കിയിട്ട് ഇനി കേക്ക് എനിക്ക് ഡെലിവറി ആക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഉറക്കെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്. ഡെലിവറി ആക്കണമെന്ന് തോന്നുമ്പോഴത്തേക്കാണ് അട്ടപ്പെട്ട മഴ. ഞാനാണെങ്കിൽ അവരോട് ഒത്തിയിട്ടുണ്ടായിന് ഡെലിവറി ആക്കാമെന്ന്. അങ്ങനെ ആ മഴക്കന്നെ ഞാൻ പോയിട്ട് തിരിച്ചു വന്ന്. ഇനിയാണ് കല്യാണത്തിന് പോകുന്നത്. ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു കല്യാണത്തിന് പോകുമ്പോൾ വേറെ തന്നെ ഒരു വൈബല്ലേ. അങ്ങനെ ഓറെ കൂടെ ഒന്നിച്ച് പോയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് തിരിച്ചിട്ട് വന്ന്. അങ്ങനെ ഫുഡിൻ്റെ എല്ലാം ഭയങ്കര ഫുഡായിരുന്നു അവിടെ. ഫുഡ് കണ്ടപാട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ തോന്നിയില്ലല്ലോ. അങ്ങനെ തിരിച്ച് വരുമ്പോൾ ഞങ്ങളെ ഫ്രണ്ടിൻ്റെ വൺ പ്ലേസ് എന്ന ഷോപ്പിലേക്ക് കയറിയിട്ടാണ് ഞങ്ങൾ സംസാരിച്ചിട്ടായിട്ട് പിന്നെ തിരിച്ചു വിട്ട്. ഞാൻ 6 വർഷമായിട്ട് ബേക്കിംഗ് ഫീൽഡിലാണ് ഉള്ളത്. അത് എങ്ങനെ ബേക്കിംഗ് ഫീൽഡിലേക്ക് എത്തി, എങ്ങനെ പഠിച്ച്, പിന്നെ എങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയി ഇത്ര ദിവസം എന്നുള്ള കഥകളൊക്കെ ഇനി ഞാൻ വരുന്ന വീഡിയോയിലെല്ലാം പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെച്ചോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അസ്സലാമു അലൈക്കും, ബായ്.